നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് പിടിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് EN സുരേഷ് ബാബു. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് 21 വയസ്സുള്ള മൊജഹറുൽ ഇസ്ലാം. പ്രതിയെ പിടികൂടിയത് ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ വെച്ച്. പാലക്കാട് യാക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കടംതുരുത്തിയിൽ രാമചന്ദ്രന്റെ ഭാര്യ സംഗീത. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം തെക്കേങ്ങാടി സ്വദേശി മരിച്ചു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാളത്തിൽ പ്രതീകാത്മകമായി കൈവരി നിർമ്മിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കത്തിനെതിരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് അനിഷ്ട സംഭവങ്ങളുണ്ടായത്. പ്രകടനമായി വന്ന പ്രവർത്തകരെ മേലെ പട്ടാമ്പിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മാർച്ചിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് നിർവഹിച്ചു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാം, നിങ്ങൾ BJP ആവാം, നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം, ഏത് രാഷ്ട്രീയം വിശ്വസിച്ചോ, പക്ഷെ ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസം, നിങ്ങളുടെ പിണറായിസം, നിങ്ങളുടെ മാർക്സിസം ഞങ്ങളെ നേരെ തിരിഞ്ഞാൽ ഇവിടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോലീസുകളെല്ലാം ചെറ്റകളല്ല, എന്നാലും ചില ചെറ്റകളുണ്ട്. ആ ചെറ്റകളോട് പറഞ്ഞേക്കാം, പിന്നെ നീയൊക്കെ എവിടെയാണ് ഇരിക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഓർത്ത് കളിച്ചോ, എന്തിനാണ് നിങ്ങൾ ആക്രമിച്ചത്? ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ശ്രീ ജയശങ്കറിന്റെ തല പൊട്ടിച്ചു. നിങ്ങള് വെറും ട്രൗസറുള്ള പോലീസിന് പാൻഡാക്കിയ ഉമ്മൻചാണ്ടി. ആ ഒരു പാരമ്പര്യം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നിങ്ങളുടെ ലാത്തി ഞങ്ങൾ തലയ്ക്ക് വരുമ്പോ ഞങ്ങൾക്കും കൈയുണ്ട്, ഞങ്ങൾക്കും ആരോഗ്യമുണ്ട്. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വൻ പോലീസ് സന്നാഹമാണ് പട്ടാമ്പിയിലുണ്ടായിരുന്നത്. കണ്ണീർവാതകം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. പട്ടാമ്പി പാളത്തിൽ കൈവരി സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കഴിഞ്ഞ ദിവസമുണ്ടായ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് പിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 25 വർഷമായി വേട്ടയാടപ്പെട്ടതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പാലക്കാട് 4th അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടത്. 2002 പാലക്കാട് ചിറ്റൂരിലെ ജനതാദൾ പ്രവർത്തകരായ ശിവദാസ്, കറുപ്പസ്വാമി എന്നിവർ മരണപ്പെട്ട കേസിലാണ് കോടതി വിധി. 13 പ്രതികളുണ്ടായിരുന്ന കേസിൽ നേരത്തെ 6 പേരെ വെറുതെ വിട്ടിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് കോടതി വിധി കേട്ട ശേഷം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. 20 വർഷം 22 വർഷമായി. 2002 ഈ സംഭവം നടക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് കേസായിരുന്നു.
ആക്സിഡൻറ്റ് കേസായിട്ടാണ് ആദ്യത്തെ FIS എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴാണ് അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പോലീസിനെ സ്വാധീനിച്ച് ബോധപൂർവം അതിനൊരു മർഡർ കേസാക്കി മാറ്റി. ആ മർഡർ കേസിൽ CPMൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ ഉൾപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഒരു ആക്സിഡൻറ്റ് കേസിനെ മർഡർ കേസാക്കി മാറ്റി അന്നത്തെ ആൻ്റണി ഭരണത്തിൽ പോലീസിനെ സ്വാധീനിച്ച് ചെയ്ത ഒരു വലിയ ഒരു കുറ്റകൃത്യമായിരുന്നു അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ചില രാഷ്ട്രീയ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിലുള്ള യഥാർത്ഥ ഒരു വിധിയാണല്ലോ കോടതി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും. 4 നൂറ്റാണ്ട് വേട്ടയാടി. ആ വേട്ടയാടിലൊന്നും ഞങ്ങൾ തളരാൻ നിന്നില്ല. ഞങ്ങളെ തകർക്കാനും കഴിയില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. വിധി കേൾക്കാൻ ചിറ്റൂരിൽ നിന്നുൾപ്പെടെ നിരവധി പ്രവർത്തകർ കോടതിയിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് യാക്കര ജംഗ്ഷനിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരി മരിച്ചു. കടംതുരുത്തിയിൽ രാമചന്ദ്രന്റെ ഭാര്യ 35 വയസ്സുള്ള സംഗീതയാണ് മരിച്ചത്. സംഗീത ജോലി ചെയ്യുന്ന കോട്ടമൈതാനത്തെ ബേക്കറിയിലേക്ക് വരുന്ന സമയത്തായിരുന്നു അപകടം. ആളെ ഇറക്കാൻ നിർത്തിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് പെട്ടെന്നെടുക്കുകയും ബസ്സിൽ ബൈക്ക് തട്ടി സംഗീത റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ബസ്സിന്റെ പിൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സംഗീത മരണപ്പെട്ടു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു. കുന്നംകുളം തെക്കേയങ്ങാടി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കുന്നംകുളം തെക്കേയങ്ങാടി അമ്പലംപള്ളിക്ക് സമീപമാണ് ഇന്നലെ വൈകുന്നേരം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന തെക്കേയങ്ങാടി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് ബുധനാഴ്ച മരിച്ചത്. അപകടത്തിൽ ചമ്മന്നൂർ കുന്നത്തുവളപ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള ആഷിഖ്, ചമ്മന്നൂർ കുന്നനായിൽ വീട്ടിൽ 21 വയസ്സുള്ള ഫായിസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. തെക്കേയങ്ങാടി സൗത്ത് ബസാറിൽ നിന്ന് ചിറളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇടറോഡിലേക്ക് തിരിഞ്ഞതോടെ പിറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിലാണ് സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ എത്തിച്ചു. പോൾസന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം പിന്നീട് നടക്കും. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും സ്കൂട്ടർ ഭാഗികമായും തകർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതിക്ക് പരിശീലനം നൽകി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് VR മഹിളാമണി പറഞ്ഞു. പരിഷ്കൃതമെന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുന്നില്ലെന്ന് VR മഹിളാമണി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും മഹിളാമണി പറഞ്ഞു. 1-2 ദിവസം നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ ആവശ്യമാണ്. തുടർന്ന് മറ്റൊരു വിഷയത്തിന് പറയും മാധ്യമങ്ങൾ പോകുന്നതോടൊപ്പം നമ്മളെയും മാധ്യമങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും. ഏറ്റവും അവസാനം നമുക്ക് കേട്ടാൽ ഇനിയും ഭയം വിട്ടുമാറാത്ത തരത്തിലേക്ക് രാജ്യത്ത് ചില സംഭവങ്ങൾ നടന്നു. ഒന്ന് നമുക്ക് തൊട്ടുമുട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മണിപ്പൂരിൽ സംഭവിച്ചു. ഇപ്പോൾ കൊൽക്കത്ത നഗരത്തിലെ ഒരു വലിയ മെഡിക്കൽ കോളേജിൽ ഒരു PG ഡോക്ടർ BBS പഠനം പൂർത്തിയാക്കി പോസ്റ്റ് ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടർ അതിദാരുണമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളൊക്കെ ഞങ്ങളാകുന്നത്. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പെൺകുട്ടികൾ വിദേശത്തേക്ക് സ്വയം കണ്ടുപിടിച്ചുകൊണ്ട് റാങ്കിങ്ങിൽ അതിന്റെ നിലവാരം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വാർഡുതല ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം.
ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK വിനോദ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, CDS ചെയർപേഴ്സൺ TR അംബിക, ഹെൽത്ത് ഇൻസ്പെക്ടർ സൂസി, ICDS സൂപ്പർവൈസർ ബയാന BV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. അസം മെറിഗോൺ അമരഗുരി സ്വദേശി 21 വയസ്സുള്ള മൊജഹറുൽ ഇസ്ലാമാണ് തൃശൂർ ടൗൺ പോലീസിന്റെ പിടിയിലായത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ നിന്നാണ് അസം സ്വദേശി മൊജഹറുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുടെ രഹസ്യ അന്വേഷണ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി ഇയാൾ പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ഹരീന്ദ്രൻ, ജിനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്, സിവിൽ പോലീസ് ഓഫീസർ മനോജ്, മാർട്ടിൻ ജുവേഷ എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയോധികൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ മകളുടെ മകൻ 28 വയസ്സുള്ള രാഹുലിനെ ചെറുതുരുത്തി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന 76 വയസ്സുള്ള അയ്യപ്പനെ രാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഹുൽ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നെന്ന് നേരത്തെ വീട്ടുകാർ വ്യക്തമാക്കിയിരുന്നു. കോട്ടായിൽ പൊതു ശൗചാലയം ഒരുങ്ങുന്നു. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചിലവിട്ടാണ് ശൗചാലയം നിർമ്മിക്കുന്നത്. കോട്ടായി സെന്ററിൽ പൊതു ശൗചാലയം എത്തുന്നതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത്. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായി സെന്ററിൽ മലമ്പുഴ കനാൽ പുറമ്പോക്ക് സ്ഥലത്താണ് പൊതു ശൗചാലയം നിർമ്മിക്കുന്നത്. ശൗചാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദിവസേന നിരവധി കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കോട്ടായി സെന്ററിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തത് യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. കോട്ടായി സെന്ററിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന് സമീപത്തായാണ് 6 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പുതിയ ശൗചാലയം നിർമ്മിക്കുന്നത്. നിലവിൽ കോട്ടായി സെന്ററിൽ നിന്നും 250 മീറ്റർ അകലെ ഹൈസ്കൂളിന് പിന്നിൽ പ്രധാന പാതയോരത്ത് പൊതു ശൗചാലയം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കരാറെടുത്ത് നടത്താൻ ആളില്ലാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. പുതുതായി നിർമ്മിക്കുന്ന ശൗചാലയവും അത്തരത്തിലാകരുതേ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൊഴിൽ മേഖലയിൽ കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റം തടയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. പാലക്കാട് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി രൂപീകരണവും ചന്ദനഗർ യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. തൊഴിൽ മേഖല കാലത്തിനൊത്ത് നവീകരിക്കുന്നതിനും ഈ മേഖലയിലെ 2 ലക്ഷം തൊഴിലാളികളുടെ തൊഴിൽ നിലനിർത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ പ്രസിഡന്റ് P രാജൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല ആളുകളും ഇത് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം വർക്ക്ഷോപ്പ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇപ്പം ഈ നമ്മുടെ അടുത്ത യൂണിറ്റിൽ വരെ ഒരു വാഹനം പണിക്ക് വന്നിട്ട് ആ വാഹനം അവസാനം അവനെല്ലാ പണികളും ചെയ്തു. അവസാനം ചെറിയൊരു ഫോൾട്ടുമായി ബന്ധപ്പെട്ട് ഈ വാഹനം കമ്പനിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം വന്നു. അത്ര നേരം പണിയെടുത്ത ഒന്നും എന്താണ് അന്ത്യോളം വെള്ളം കോരിയിട്ട് അന്ത്യാകുമ്പോൾ കലമിട്ടുടക്കുക, അങ്ങനെയല്ലേ പറയാ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ നിസ്സഹാരായി നിൽക്കുന്നുണ്ട്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി P പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PN രാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രകാശൻ, സംസ്ഥാന പ്രതിനിധികളായ M സുനിൽ, സുജിത്, TG രാജീവ് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KC ജഗദീശ്വരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി C മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകലൂർ ഉണ്ണത്തുപടിയിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. കുടുംബത്തിന് സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് നിറം പകർന്നിരിക്കുകയാണ് ലക്കിടി ഉപാസന സേവാ സമിതി.
ലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി STV ന്യൂസ് വാർത്ത നൽകിയിരുന്നു. STV വാർത്തയെ തുടർന്നാണ് ലക്കിടി ഉപാസന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷ്മിക്കും കുടുംബത്തിനും വീട് ഒരുക്കി നൽകുന്നത്. ലക്ഷ്മിക്കും കുടുംബത്തിനുമായി ലക്കിടി ഉപാസന സേവാ സമിതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മീറ്റ്ന ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി കൈവല്യാനന്ദ സരസ്വതി നിർവഹിച്ചു. സമിതി ചെയർമാൻ V. ബാലഗോപാൽ അധ്യക്ഷനായി. വിദ്യാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. KGS നമ്പൂതിരി, പ്രൊഫസർ കലക്കത്ത് രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ നായർ, N. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ടങ്ങളായ പുരാണ ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ രാമായണ പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലെ വരെ രാമായണ മാസമാണ്. അതുപോലെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പാരായണങ്ങളുണ്ട്, ജപങ്ങളുണ്ട്, അർച്ചനകളുണ്ട്, പൂജകളുണ്ട്, ക്ഷേത്ര ദർശനമുണ്ട്. മഹാമനീഷികളായിട്ടുള്ള മഹാതപസ്വികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തപസ്സുണ്ട്. ഇതൊക്കെ തന്നെയും ഒരേ ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ടീം വെൽഫെയർ. ചൊവ്വാഴ്ച രാവിലെ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും ചൂരൽമലയിലെത്തി പ്രദേശത്തെ വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകളാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ഇത് രണ്ടാം തവണയാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ ചൂരൽമലയിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജാഫർ, ഷംസുദ്ദീൻ, സദക്കത്ത്, മുസ്തഫ, ഫാത്തിമ, നൂർ മുഹമ്മദ്, നബീസ, മുസ്തഫ, നാസർ, ഉസ്മാൻ, ഫൈസൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അവസാനഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത്. ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് വീട്ടമ്മ 1,00,000 ലക്ഷം രൂപ സംഭാവന നൽകി. കടമ്പൂർ പാലഞ്ചേരി ഭാരതിയമ്മയിൽ നിന്ന് ഡിവൈഎഫ്ഐ അമ്പലപ്പാറ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ചെക്ക് ഏറ്റുവാങ്ങി. ഭാരതിയമ്മയുടെ മക്കളായ വേണു, രമണി, ഡിവൈഎഫ്ഐ നേതാക്കളായ രാകേഷ്, കൃഷ്ണപ്രസാദ്, രാജേഷ്, വിനോദ്, വിഷ്ണു, CPM ബ്രാഞ്ച് മെമ്പർ നാരായണൻ, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ കണ്ടുശീലിച്ച ക്വിസ് മത്സരങ്ങളൊക്കെ പൊതുവെ ക്ലാസ് മുറികൾ കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായി വളരെ ലൈവായി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേറിട്ടൊരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോങ്ങാട് KPRP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. കൂടാതെ വിജയികൾക്കും പങ്കെടുത്തവർക്കും ആകർഷകമായ സമ്മാനങ്ങളും വിദ്യാർത്ഥികൾ കരുതി വെച്ചിരുന്നു. കോങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവരാണ് ക്വിസ് മത്സരത്തിന്റെ ഭാഗമായത്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും കുട്ടികൾ നൽകി. സ്കൗട്ട് അധ്യാപികയായ M. ഷമീന, TU മുരളീകൃഷ്ണൻ, CV അനൂപ്, അനന്തു, ഗൈഡ്സ് അധ്യാപികയായ സജിത, ദിവ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. കൂടാതെ വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്വരൂപിച്ച തുക വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയ്ക്കും PTA പ്രസിഡന്റിനും കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് ജനതാദൾ പ്രവർത്തകരെ ജീപ്പ് പിടിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതികളെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് EN സുരേഷ് ബാബു. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് 21 വയസ്സുള്ള മൊജഹറുൽ ഇസ്ലാം. പ്രതിയെ പിടികൂടിയത് ശക്തൻ സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ വെച്ച്. പാലക്കാട് യാക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ബേക്കറി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കടംതുരുത്തിയിൽ രാമചന്ദ്രന്റെ ഭാര്യ സംഗീത. കുന്നംകുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം തെക്കേങ്ങാടി സ്വദേശി മരിച്ചു. സ്ത്രീ സുരക്ഷ ഇന്നും വലിയ ചോദ്യചിഹ്നമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. വാണിയംകുളത്ത് വനിതാ കമ്മീഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം. ജാഗ്രതാ സമിതി അംഗങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.